ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ശങ്കർദാസിനെ ബിനോയ് വിശ്വം അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് കെ പി ശങ്കർദാസ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ബിനോയ് വിശ്വം. ഒരു സ്വർണ്ണ കൊള്ള കവർച്ച കേസിലെ ഈ പ്രതിയെ എങ്ങനെയാണ് ഇത്തരത്തിൽ മഹത്വവൽക്കരിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? അല്ല, പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ ഇതേപോലെ ഉത്തമന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞിരുന്നു ഇതിനു മുൻപ്. വാസു വളരെ നിർദോഷിയായ നിഷ്കളങ്കനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, പാവമാണ് എന്നൊക്കെയായിരുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതേപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. ഇപ്പോ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശങ്കർദാസ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഈ ശങ്കർദാസിന്റെ തെറ്റ് മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ശങ്കർദാസിനെ ന്യായീകരിക്കാനോ ആണ്. അതായത് തന്ത്രിയെ ന്യായീകരിക്കുന്ന പോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് ശങ്കർദാസിനെ ന്യായീകരിക്കുന്നത്. തന്ത്രിയായാലും മന്ത്രിയായാലും ഒരേപോലെ തന്നെ ഈ കുറ്റത്തിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അന്നത്തെ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വമുണ്ട്. ദേവസ്വം ബോർഡിന്റെ ആളുകൾ അറിഞ്ഞുകൊണ്ടല്ലാതെ ഈ കാര്യങ്ങൾ നടന്നിട്ടില്ല. അതുകൊണ്ട് ശങ്കരദാസ് അടക്കമുള്ള ആളുകൾക്ക് ഒക്കെ ഇതിൽ പങ്കാളികളാണ്. തന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് അതിനെയൊന്നും തള്ളിക്കളയാൻ സാധ്യമല്ല. അതുകൊണ്ട് ധാർമ്മികമായിട്ടായാലും നിയമപരമായിട്ടായാലും ഇവരൊക്കെ ഇതിൽ കൂട്ടുപ്രതികളാണ്. വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ശങ്കരദാസിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ആ രംഗപ്രവേശം യഥാർത്ഥത്തിൽ പാർട്ടിയെ വെള്ളപൂശിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം കാണാനായിട്ട്. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്, അവർക്കറിയാം. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിന്റെ ഈ നടപടി ആരും അംഗീകരിക്കാൻ പോകുന്നില്ല, മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.